സന്ദീപ്, സത്യത്തിൽ ഞാൻ ഈ ദൃശ്യങ്ങൾ പലതവണ കണ്ടതിന് ശേഷമാണ് ഫ്ലോറിൽ കയറി. ഇന്നലെ മുതൽ നമ്മൾ തമ്മിൽ സംസാരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒരു പ്രേക്ഷകനെ പോലെ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു പോവുകയാണ്. എങ്ങനെയായിരിക്കും ഇത്, ഈ ഇത്രയും മനുഷ്യർ ഇതിനെ അതിജീവിച്ച് ജീവനോടെ എത്തിയതെന്ന് പോലും നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ലോകം തന്നെ നടുങ്ങിയ ഈ ദുരന്തം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പി ജി. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ക്രിമിനലുകളെ കുറിച്ച് പറയാറുണ്ട് എന്നതുപോലെ ഒരു തെളിവും അവശേഷിക്കാത്ത രീതിയിലായിരുന്നു ദുരന്തശേഷമുള്ള ദൃശ്യങ്ങൾ മാത്രമായിരുന്നു നമ്മൾ കണ്ടത്. അതിന്റെ കാരണവും ബേജി പറഞ്ഞു കഴിഞ്ഞു. അപൂർവം ചില കെട്ടിടങ്ങൾ മാത്രമാണ് ചുരൽമലയിലും മറ്റും അവശേഷിച്ചത്. ആ കെട്ടിടങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന CC ക്യാമറ പലതും നശിച്ചിരുന്നു. എങ്കിലും വളരെ നമ്മുടെ ക്യാമറമാൻ VR രാകേഷിന്റെ നേതൃത്വത്തിൽ വളരെ അധ്വാനിച്ചാണ് ആ കടകളുടെ ഉടമകളും മറ്റും ആ കട ക്ലീൻ ചെയ്യുന്ന ഘട്ടത്തിൽ കിട്ടിയ ഹാർഡ് ഡിസ്കിയെ മാത്രമേ ഇക്കാര്യം പറയാൻ പറ്റുന്നുള്ളൂ. ആ കടയിലുണ്ടായിരുന്ന ഫ്രിഡ്ജും മറ്റ് സാമഗ്രികളും എങ്ങനെയാണോ പോയത് അതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യരുടെ കാര്യം എന്താണ്? തീർച്ചയായിട്ടും ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതിന്റെ ഈ ദുരന്തത്തിന്റെ ഏറ്റവും നിസ്സഹായമായിട്ടുള്ള, ഏറ്റവും തീവ്രമായിട്ടുള്ള ചില കാഴ്ചകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്.